ഉപ്പുതറ കൊച്ചിയിറ്റക്കാനം റോഡ് തകർന്ന് യാത്രാ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് 4 വർഷം പിന്നിടുന്നു. ഉപ്പുതറ പഞ്ചായത്തിലെ 6-ാം വാർഡിലൂടെ കടന്നുപോകുന്ന റോഡാണ് തകർന്ന് കാൽനട യാത്ര പോലും ദുരിതത്തിലായിരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത് അധികൃതരുടെ അവഗണനയാണ് റോഡിന്റെ ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം. നൂറുകണക്കിന് കർഷകർ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ് ഉപ്പുതറ പഞ്ചായത്തിലെ കൊച്ചിയിറ്റക്കാനം. ഇവിടെയുള്ള കർഷകർക്ക് പുറം ലോകത്തെത്തണമെങ്കിൽ ഈറ്റക്കാനത്ത് നിന്ന് ആരംഭിച്ച് കൊച്ചിയിറ്റക്കാനം വഴി ഉപ്പുതറ ബൈപ്പാസ് റോഡിലെത്തുന്ന പാത മാത്രമാണുള്ളത്. റോഡിന്റെ കൊച്ചിയിറ്റക്കാനം ഭാഗം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞു. കാൽനട യാത്ര പോലും ഇതുവഴി ദുഷ്കരമായിരിക്കുകയാണ്. കല്ലുകൾ കൂടിക്കിടക്കുന്നതിനാൽ അപകടവും ഇവിടെ നിത്യസംഭവമാണ്. ഇരുചക്ര വാഹന യാത്രക്കാർക്ക് ഈ റോഡ് മരണക്കനിയായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു കാർ അപകടത്തിൽ പ്പെട്ടിരുന്നു. പഞ്ചായത്ത് ഈ റോഡിനെ പൂർണ്ണമായും അവഗണിച്ചിരിക്കുകയാണെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. അത്തായിപ്പാറ ചെന്ന് കയറുന്ന റൂട്ടിൽ ഈ റോഡിന്റെ ശോചനീയാവസ്ഥ ഈ അവസ്ഥയിലായിട്ട് ഏതാണ്ട് ഒരു 3-4 വർഷത്തിന് മുകളിലായിരിക്കുകയാണ്. ഇവിടെ യാത്ര വളരെ ക്ലേശകരമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മരണം ഉണ്ടായിട്ട് ആംബുലൻസ് പോലും കയറാത്ത അവസ്ഥയിലെ ബോഡി ഞങ്ങൾ കയ്യിൽ എടുത്തുകൊണ്ട് വന്ന് ആംബുലൻസെ കൊണ്ടുപോകേണ്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. രോഗികളെയൊക്കെ ആയിട്ട് പോകാനായിട്ട് വളരെ ദുരിതകരമായൊരു വഴിയായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇതിന് മേലധികാരികളിൽ നിന്നെങ്കിലും നടപടികൾ സ്വീകരിച്ച് യാത്ര സുഗമമായിട്ട് യാത്ര ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കി തരണമെന്ന്. റോഡ് തകർന്നു കിടക്കുന്നതിനാൽ സ്കൂൾ വാഹനങ്ങളൊന്നും ഇതുവഴി വരാറില്ല. 2 കിലോമീറ്ററോളം ദൂരം കുട്ടികളെ നടത്തിക്കൊണ്ടുവന്നാണ് രക്ഷിതാക്കൾ വാഹനത്തിൽ കയറ്റി വിടുന്നത്. കാർഷിക മേഖലയിലൂടെ കടന്നു പോകുന്നതിനാൽ ഇവിടെ കൂടുതലും കർഷകരാണ് തിങ്ങിപ്പാർക്കുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും കൊച്ചിയിറ്റക്കാനത്തിന്റെ വികസനം ഉറപ്പാക്കുമെന്ന് 3 മുന്നണികളും വാഗ്ദാനം നൽകും. പിന്നീട് എല്ലാവരും ഇത് മറക്കും. നടന്നു പോകാൻ കഴിയുന്ന ഒരു റോഡെങ്കിലും ഉണ്ടായാൽ മതിയെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.